ഹായ് ഹലോ, നമ്മളുടെ ക്രോഷ്യ വീഡിയോയുടെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ്യയുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഇരിക്കുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് വേണം. സ്ലിപ്പ് നോട്ടിൻ്റെ കൂട്ടത്തിൽ ഒരു 24 സ്റ്റിച്ചസ് വേണം. ഫൗണ്ടേഷൻ ചെയിനിൽ 20 ചെയിനാണ് നമ്മൾ ചെയ്യുന്നത്. 20 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണമെങ്കിൽ 20 ചെയിനും പ്ലസ് ഒരു 4 എണ്ണം എക്സ്ട്രാ, അങ്ങനെ ടോട്ടൽ 24 ചെയിൻ വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്കത് ചെയ്യാം. അപ്പോൾ 24 ചെയിൻ സ്റ്റിച്ചസ് റെഡിയാണ്. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യത്തെ 4 ചെയിൻസ് നമ്മൾ ആഡ് ചെയ്യില്ല, അത് സ്കിപ്പ് ചെയ്യണം. അപ്പം ഇതൊരു ചെയിനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പം 1 2 3 4 ചെയിൻസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് 5ാമത്തെ ചെയിനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തതുപോലെ തന്നെ, എന്നാൽ ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് 2 വട്ടം ഹുക്കിൽ നൂലിനെ ചുറ്റണം. 2 വട്ടം ഹുക്കിനെ നൂലിൽ ചുറ്റിയിട്ട് 5ാമത്തെ ചെയിനിലൂടെ ഹുക്കിനെ കൊണ്ടുപോവുക. എന്നിട്ട് നൂലിനെ വലിച്ച് ഹുക്കിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ ഉള്ളിൽ 4 ചെയിൻ ഉണ്ടാവും. നൂലിനെ വലിച്ചെടുക്കുക. ആദ്യത്തെ 2 ചെയിനിലൂടെ കൊണ്ടുപോവുക, എന്നിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ ഉള്ളിൽ 3 ചെയിൻ ഉണ്ടാവും. നൂലിനെ വലിച്ചെടുക്കുക, വീണ്ടും അടുത്ത 2ാമത്തേതിനെ എടുക്കുക, പിന്നെയും 2 എണ്ണം ബാക്കി ഉണ്ടാവും. വീണ്ടും വലിച്ചെടുക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് ഫസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. വീണ്ടും 2 വട്ടം ഹുക്കിനെ ചുറ്റിക്കുക. അടുത്ത ചെയിനിൽ ഉള്ളിലൂടെ ഹുക്കിനെ കൊണ്ടുപോവുക, നൂലിനെ വലിച്ചെടുക്കുക, തിരിച്ചു കൊണ്ടുവരിക. ഹുക്കിൻ്റെ ഉള്ളിൽ 4 ചെയിൻ, അതിൻ്റെ ഉള്ളിൽ 2 എണ്ണത്തിനെ വലിച്ചെടുക്കുക, 3 എണ്ണം ബാക്കി. വീണ്ടും 2 എണ്ണത്തിനെ വലിച്ചെടുക്കുക, 2 എണ്ണം ബാക്കി. വീണ്ടും 2 എണ്ണത്തിനെ വലിച്ചെടുക്കുക. 2ാമത്തെ ചെയിൻ ആയിട്ടുണ്ട്. വീണ്ടും 2 ചെയിൻ, വീണ്ടും 2 വട്ടം ഹുക്കിൽ ചുറ്റുക. അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പോവുക, വലിച്ചെടുക്കുക. 4 എണ്ണം ഹുക്കിലുണ്ട്. 2 ചെയിനിൻ്റെ ഉള്ളിലൂടെ നൂലിനെ കൊണ്ടുപോവുക, വീണ്ടും വലിച്ചെടുക്കുക. 2 ചെയിനിലൂടെ കൊണ്ടുപോവുക, വീണ്ടും വലിച്ച് 2 എണ്ണത്തിലൂടെ കൊണ്ടുപോവുക. ഇങ്ങനെയാണ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഉണ്ടാവുക. ഇത് ലൂസാണ്. അവസാനത്തെ ചെയിൻ ചെയ്യാം. 2 പ്രാവശ്യം ചുറ്റുക. ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കൊണ്ടുപോവുക, നൂലിനെ വലിച്ചെടുക്കുക. 2 എണ്ണത്തിൽ ഫസ്റ്റ് എടുക്കുക, വീണ്ടും 2 എണ്ണത്തിൽ എടുക്കുക, അവസാനത്തെ 2 എണ്ണത്തിൽ എടുക്കുക. ഇതാണ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ചെയിൻ 3, തിരിച്ചു പിടിക്കുക. ഫസ്റ്റ് ചെയിനിലൂടെ കൊണ്ടുപോവുക. 2 പ്രാവശ്യം ചുറ്റിയെടുക്കുക. ഫസ്റ്റ് 2 എണ്ണത്തിന് എടുക്കുക, 2ാമത്തെ 2 എണ്ണത്തിന് എടുക്കുക, ലാസ്റ്റ് 2 എണ്ണത്തിന് എടുക്കുക. 2 പ്രാവശ്യം ചുറ്റുക. വീണ്ടും അടുത്തതിലേക്ക് പോവുക, ചുറ്റിയെടുക്കുക. നമ്മളുടെ 2ാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് 3ാമത്തെ റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 2 തവണ ചുറ്റി ഫസ്റ്റ് ചെയിനിലൂടെ എടുക്കുക, നൂലിനെ വലിച്ചെടുക്കുക. 4 ചെയിൻ ഉണ്ടാവും നമ്മുടെ ഹുക്കിൽ. 2 പ്രാവശ്യം ചുറ്റിക്കുക, വീണ്ടും പോവുക, 2 പ്രാവശ്യം ചുറ്റിക്കുക. നമ്മൾ സെക്കൻഡ് റോ കഴിഞ്ഞു. 3rd റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 3 ചെയിൻ എടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ഇത് വീണ്ടും 2 പ്രാവശ്യം ചുറ്റുക. അത് കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് ചെയിനിലേക്ക് പോവുക, നൂലിനെ
നൂലിനെ വലിച്ചെടുത്ത് ആദ്യത്തെ 2 എണ്ണം വലിച്ചെടുക്കുക, വീണ്ടും രണ്ടാമത്തെ 2 എണ്ണം വലിച്ചെടുക്കുക, വീണ്ടും മൂന്നാമത്തെ 2 എണ്ണം വലിച്ചെടുക്കുക. ഇങ്ങനെ അവസാനം വരെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ റോയും നമ്മൾ മുകളിലേക്ക് ചെയ്യുമ്പോൾ 3 ചെയിൻ എടുക്കുക, വർക്കിനെ തിരിച്ചു പിടിക്കുക, അതിനുശേഷം ആദ്യത്തെ ചെയിനിൽ ചെയ്ത് തുടങ്ങുക. അങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ 3 റോ ട്രിപ്പിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ട്രിപ്പിൾ ക്രോഷയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.